ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഓണവിഭവമാണ്. ഓണത്തിനും അതുപോലുള്ള സദ്യകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ വിഭവമാണ് കാളൻ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വിഭവം തന്നെയാണിത്. പലരും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ഞാനിവിടെ കാണിക്കുന്നത് എൻ്റേതായ രീതിയിൽ ഞാൻ എങ്ങനെയാണ് സദ്യയ്ക്ക് കാളൻ തയ്യാറാക്കുന്നതെന്നാണ്. മാത്രമല്ല, കാളന് രുചി കൂട്ടാൻ വേണ്ടി ഞാനിതിൽ 2-3 ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് രുചികരമായ കാളൻ ഉണ്ടാക്കാനുള്ള ടിപ്സും കൂടി മനസ്സിലാവും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചേനയും 1 നേന്ത്രക്കായാണ് എടുക്കുന്നത് കേട്ടോ. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ചേനയും നേന്ത്രക്കായും കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തു കേട്ടോ. ചേന നുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതെ, ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ മോരുകറിക്കൊക്കെ നുറുക്കില്ലേ, അതേ വലിപ്പം തന്നെ. പിന്നെ ഇതാ നേന്ത്രക്കായ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കാളൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ സ്ഥിരം കുക്കറിൽ തന്നെയാണ് കാളൻ വെക്കാറ്. കൽച്ചട്ടിയിലും മൺചട്ടിയിലും ഒക്കെ കാളൻ വെക്കുന്നവരുണ്ട്, അങ്ങനെയും വെക്കാം. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഈ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. കുക്കറിലിട്ട് കഷ്ണങ്ങൾ വേവിക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. കൽച്ചട്ടിയിലോ മൺചട്ടിയിലോ ഒക്കെയാണ് വേവിക്കുന്നതെങ്കിൽ പകുതി വേവായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ വേവാൻ ആവശ്യമുള്ളത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കാരണം ഇത് മോരുകറിയല്ല, കാളനാണ്. അതുകൊണ്ട് ഇതിലധികം വെള്ളം ആവശ്യമില്ല. വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലടുപ്പിച്ചു. എയറൊക്കെ പോയിട്ടാം. ഇനി ഈ കുക്കർ തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി വറ്റി കിട്ടണം. സ്റ്റൗ കത്തിച്ചു. കുക്കർ വീണ്ടും അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിന് തൈര് എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കരുത് കേട്ടോ. എന്നാൽ ഒരുപാട് പുളിയുള്ള തൈരും എടുക്കരുത്. ഒരു ഇടത്തരം പുളിയുള്ള തൈര് നോക്കി എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. തൈര് പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. തൈര് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തൈര് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിനി നന്നായിട്ട് വറ്റി കിട്ടണം. നമ്മൾ കുറുക്ക് കാളനല്ലേ ഉണ്ടാക്കണം, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വറ്റി കിട്ടണം. ഇത് ഏകദേശം പകുതിയായിട്ട് വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തതാണ്, പക്ഷേ ഈ വെള്ളം വറ്റി നന്നായിട്ട് കുറുകി കിട്ടണം. അതുവരെ നമുക്കിതിങ്ങനെ അടുപ്പത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1 മുറി നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. 1 മുറി നാളികേരം എന്ന് പറഞ്ഞാൽ 1 നാളികേരത്തിൻ്റെ പകുതി കേട്ടോ. പിന്നെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് നാടൻ പച്ചമുളക് ആയതുകൊണ്ട് നല്ല എരിവുണ്ട്, അതുകൊണ്ട് 2 എണ്ണം മതി. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇത് 3ഉം കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. തിളച്ച് ഇത് വറ്റി, നന്നായിട്ട് വറ്റി കേട്ടോ. വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നാളികേരം, ജീരകവും പച്ചമുളകും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇതിന് കാളനെ അരച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിക്ക് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം പാടില്ല, കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല കട്ടിയിലാണ് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കേണ്ടത്. ഇതൊരു ടിപ്പാണ്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി വറ്റി കിട്ടണം.
ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കണം കേട്ടോ, കാരണം അടി പിടിക്കരുത്. അടി പിടിക്കാതെ വേവിച്ചെടുക്കുക. കുറുക്ക് കാളൻ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്കാണ് ഉണ്ടാവേണ്ടത്. ഇലത്തുമ്പത്ത് വിളമ്പിയാൽ അവിടെ തന്നെ കിടക്കണം. അതാണ് കുറുക്ക് കാളൻ്റെ പ്രത്യേകത. അല്ലാതെ ഇലയിൽ വിളമ്പുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകാൻ പാടില്ല. ഓണവിഭവങ്ങളെല്ലാം നമ്മൾ ഇലയിലല്ലേ വിളമ്പുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്കാണ് നമുക്ക് കാളനൊക്കെ വേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ കുറുക്ക് കാളൻ, കട്ടിക്കാളൻ എന്നൊക്കെ പറയുന്നത്. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇത് കുറച്ച് ദിവസങ്ങൾ കേട് കൂടാതെ ഇരിക്കും. നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ചില്ലെങ്കിലും കാളൻ 2-3 ദിവസമൊക്കെ കേട് കൂടാതെ ഇരിക്കും കേട്ടോ. കാളൻ വെന്ത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ഒരു ടിപ്പാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ അതാ കാളൻ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചാൽ മതി. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി വേണ്ടത് വറുത്തിടലാണ്. വറുത്തിടുന്നതിലും ഒരു ചെറിയ ടിപ്പുണ്ട്. അത് ഞാൻ വറുത്തിടുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് വറുത്തിടാൻ വേണ്ടി ചീഞ്ചട്ടി വയ്ക്കാം. വറുത്തിടാൻ വേണ്ടി ഉണക്കമുളകും കറിവേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും സ്വാദ് കൂട്ടാനുള്ള ഒരു ടിപ്പാണ്. ഇനി ഇതിലൊരു കാര്യം കൂടി സ്വാദ് കൂട്ടാൻ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ. ഇതും സ്വാദിനുള്ളൊരു ടിപ്പാണ്. ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. ചിലർ കറിയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കും. ഉലുവപ്പൊടി ചേർക്കുകയാണെങ്കിൽ പിന്നെ വറുത്തിടുമ്പോൾ ഉലുവ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം. ഇളക്കരുത്. 10 മിനിറ്റിന് ശേഷം ഇത് ഇളക്കി യോജിപ്പിച്ചാൽ മതി. 10 മിനിറ്റ് കുക്കർ അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓണം സ്പെഷ്യൽ കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് കാളൻ ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഒരു രുചികരമായ കാളൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും നല്ല കട്ടി കാളനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.